Feeling like I'm trapped in my damn mind. Tell the feeling like I'm rapping a damn lie. Tell the feeling like my life is a damn game. Nigga really wanna die in the nighttime. Only time I feel pain when I'm feeling love. That's why I said it on my face that I'm down on. Only time you got my mind when I'm all alone. That's why I'm never really alone in the nighttime. Change hoes like clothes, I can get attached. Cause these hoes spot totals like lit matches. I've been feeling really low, stuck in all attachments. I don't really go outside cause I hate traffic. I don't wanna go outside, get caught in traffic. Don't wanna go outside, get caught in traffic. Tell the feeling like I'm trapped in my damn mind. Tell the feeling like I'm rapping a damn lie. Tell the feeling like my life is a damn game. Nigga really wanna die in the nighttime. Tell the feeling like I'm trapped. Okay, so guys, what's up? I hope you guys are doing fantastic. അപ്പോൾ നമ്മൾ ഇന്ന് കിടിലം സ്ഥലത്താണ് എത്തിയിരിക്കുന്നത്. കോഫി ആൻഡ് ക്രീം ആൻഡ് മുമ്പിൽ കണ്ടില്ലേ, we have got amazing pieces of brisket and with me the creator of this, the artist behind the whole thing, Chef Vinod. Chef Vinod and me have worked together in a lot of projects, and like, you know, it's been a friendship that we cherish for quite some time. അപ്പോൾ നമ്മൾ ട്രാവലൊക്കെ ചെയ്യും. അപ്പോൾ ഷെഫ് ഇപ്പോൾ ഇവിടെ കോഫി ആൻഡ് ക്രീമിൻ്റെ കോർപ്പറേറ്റ് ഷെഫാണ്. സോ ഷെഫ് പുതിയൊരു സംഗതി ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇറ്റ്സ് ദ ബ്രിസ്കറ്റ്. ഐ എം ടെല്ലിങ് യു, ബ്രിസ്കറ്റ് ഇസ് ഗോണ ബി ചേഞ്ചിങ് ദ ഗെയിം. കേരളത്തിൽ മാത്രമേ ഇത് പറ്റുള്ളൂ. ബ്രീഫ് ബ്രിസ്കറ്റ് ആണിത്. ഇത് സ്മോക്ക് ചെയ്തൊരു സാധനമാണ്. മോനെ ഇത് വേറെ ലെവലാണ്. ഞാൻ ഓൾറെഡി ചെറിയൊരു പീസ് ടേസ്റ്റ് ചെയ്തു. ആൻഡ് ഐ എം റിയലി വെയിറ്റിംഗ് ഫോർ ദിസ് ടു ഹാവ്. നമുക്ക് ഷെഫിന്റെ കൂട്ടത്തിൽ ഇത് കഴിച്ചോണ്ടിരിക്കുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് എന്താണ് കൊച്ചു വർത്താനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കാം. ഷെഫ്, എന്താണിത്? ആക്ച്വലി സുബിൻ, ഞാൻ ഈ കോഫി ക്രീം ഉള്ളത് മലപ്പുറത്താണ്. ഓക്കെ. അപ്പോൾ മലപ്പുറത്ത് ഇവർ ഓൾറെഡി വളരെ നന്നായിട്ട് ചെയ്യുന്ന, സാധാരണ ടിപ്പിക്കൽ കോഫി ഷോപ്പ് പോലെയല്ല, ഫ്രഞ്ച് പേസ്ട്രീസും മറ്റേതായിട്ട് നന്നായിട്ട് ചെയ്യണ്ടായിരുന്നു. ഇപ്പം എൻ്റെ ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇന്റർനാഷണൽ വേർഡ്സിലും ഫ്രഞ്ച് പേസ്ട്രീസിനും ഇവരെ നെക്സ്റ്റ് ലെവലിൽ കൊണ്ടുപോകുക. മെനുവിൽ നമ്മളൊരു ഗോർമേ മോഡൽ മെനു ഇവരെ കൊണ്ടുപോകുക, അതൊക്കെയായിരുന്നു. ഇപ്പം ഇൻ ബിറ്റ്വീൻ ഞാൻ വിചാരിച്ച് നമുക്ക് ഇവർക്ക് എന്തെങ്കിലും സിഗ്നേച്ചർ സാധനം വേണമെന്ന്. അപ്പോൾ എനിക്ക് വന്നൊരു തോട്ടാണ്, പിന്നെ നമുക്ക് ബ്രിസ്ക്കറ്റിലേക്ക് വരാം. കാരണം ബ്രിസ്ക്കറ്റ് ഓൾവേസ് ഭയങ്കര ടഫാണ് ചെയ്യാൻ, കുറച്ച് സ്കിൽഡ് ഗെയിമാണ്. അപ്പം അങ്ങനെയാണ് നമ്മൾ ഇതിലേക്ക് എത്തുന്നത്. അപ്പോൾ ഓൾറെഡി ഇപ്പോൾ നമ്മളിപ്പോൾ ഇത് ട്രയൽസ് പോയിക്കൊണ്ടിരിക്കുകയാണ്. നെക്സ്റ്റ് മന്ത് ലോഞ്ച് ചെയ്യും. ഇപ്പോൾ ഇൻ ബിറ്റ്വീൻ ഞാൻ ഓണേഴ്സായിട്ട് സംസാരിച്ചപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്യുന്നതാണ് ബ്രിസ്ക്കറ്റ് വെച്ചൊരു ബ്രാൻഡ് തന്നെ ചെയ്യാമെന്നുകൊണ്ടാണ്. ആക്ച്വലി നമ്മൾ സ്മോക്കിൻ്റെ നമുക്ക് ഓൾറെഡി ലീം എന്ന് പറഞ്ഞൊരു ബേക്കറി സൂപ്പർ മാർക്കറ്റ് ബ്രാൻഡ്, അതുപോലെ തന്നെ കോഫി ക്രീം എന്ന് പറഞ്ഞിട്ടൊരു കോഫി ഷോപ്പ് ബ്രാൻഡ് ഉണ്ട്. ഇൻ ബിറ്റ്വീൻ നമ്മൾ 2 ബ്രാൻഡ് കൂടി പ്ലാൻ ചെയ്യണം. ഒരു കോഫി ഷോപ്പിന്റെ ലക്ഷറി ലെവൽ ബ്രാൻഡ്, അതുപോലെ തന്നെ നമുക്ക് സ്മോക്കിന് വേണ്ടിയിട്ട് ഒരു സെപ്പറേറ്റ് ബ്രാൻഡും. അതായത് ഇനി വരുന്നപ്പോൾ നമുക്കൊരു ടോട്ടൽ 2 ബ്രാൻഡ് കൂടി കമ്പനിക്ക് ജോയിൻ ആവാൻ വേണ്ടി പോവാണ്. അപ്പോൾ അതിന്റെ ഒരു ഭാഗമാണ്. എനിക്ക് നമ്മളിത് സ്റ്റാർട്ട് ചെയ്യുന്ന കോഫി ക്രീമിലാണെങ്കിലും വെരി സൂൺ നമ്മൾ സ്മോക്കിന്റെ പ്രൊഡക്ട്സ് വെച്ചുള്ള വേറെ ബ്രാൻഡിലേക്ക് തന്നെ പോകും. അത് ഞാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് കൊച്ചിയിൽ പല സ്ഥലങ്ങളും കൊടുക്കുന്നുണ്ട്. പക്ഷെ മലബാർ, അതായത് നമുക്ക് മലപ്പുറം മുതൽ ഇപ്പോൾ കാസർഗോഡ് വരെയുള്ള ഏരിയയിൽ, മലബാർ ഏരിയയിൽ ദ ബെസ്റ്റ് ബ്രിസ്ക്കറ്റിന്റെ പ്ലേസ് ഒരു ഹബ്ബാക്കി മാറ്റാൻ വേണ്ടി ചെയ്യുന്നത്. അത് ഉറപ്പാണ്. ഷെഫ് എവിടെ കൈവച്ചാലും ഡെഫിനറ്റ്ലി സക്സസ്ഫുൾ. എന്തായാലും ഒന്ന് ചെയ്ത് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പം ചെക്ക് ഔട്ട് ദ ജ്യൂസിനെസ്. അത് ഇത് കട്ട് ചെയ്യുമ്പോഴേ ഞാൻ അതിന്റെ ജ്യൂസിനെസ് കണ്ടു. അമേസിങ്. ഇതിന്റെ ഫാറ്റ് ആണ്. സോ നമുക്കൊന്ന് കട്ട് ചെയ്യാം. കട്ട്സ് ലൈക്ക് ബട്ടറാണ് ഇത്. ഇത്രയും ബ്രിസ്ക്കറ്റ് ഹാപ്പൻസ് ടു ബി ദ ടഫസ്റ്റ് മീറ്റ് ഇൻ ബീഫ്, ആൻഡ് ജസ്റ്റ് ബട്ടർ മാതിരി അത് കട്ടായി വരുന്നുണ്ട്. ഇതെന്താ വെച്ചാൽ ഇത് നമ്മൾ ഒരു കോമ്പിനേഷൻ ഓഫ് സോസ് ആണത്. ഇത് മസ്റ്റാർഡ് സോസിന്റെയും അതുപോലെ തന്നെ ഫ്രഞ്ച് മസ്റ്റാർഡിന്റെ ഒരു മിക്സ് ആണ്. സ്പെഷ്യൽ മിക്സ് ഉണ്ടാക്കിയതാണ്. കട്ട് ചെയ്യുക, ബട്ടർ തേക്കുക, അല്ല മസ്റ്റർഡ് തേക്കുക, ചീസ് തേക്കുക. അടിപൊളി. ഇത് പിന്നെ നമ്മുടെ സ്പെഷ്യൽ പിക്കിളാണ്. ഇത് 4 ഫ്ലേവേഴ്സിന്റെ കോമ്പിനേഷൻ ആണ്. സ്പൈസ്, സോൾട്ട്, ഷുഗർ ആൻഡ് സവർ. So this is the specialty of this pickle. Awesome. You can try. This is a sourdough. It's sourdough. Sourdough bread. This perfect traditional sourdough. There is no yeast. I think I feel like, you know, Calicut chef ആണ് ഇത് കൊണ്ടുവന്നതെന്നാണ് തോന്നുന്നത്. Yes. നമ്മൾ ലെഡി ലോഫലിലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. Sourdough, I'm telling you, it's based on research. ഈ pregnant ladies ഒരു ചെറിയൊരു പിഗ്മെന്റേഷൻ ഉണ്ട്. ബേസിക്കലി ചൈൽഡ് ബർത്തിന് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഗതിയാണ്. It said that sourdough breadil that small pigmentation is there. Very natural. Bread amazing. അത് വേറെ തന്നെ ഒരു ആർട്ടാണ്. He is an expert in that. ഇതുപോലെ തന്നെ സവർഡോ എടുക്കാം, ഒരു പീസ് ഇങ്ങനെ വെക്കാം,
വെച്ചിട്ട് ഇതാണ് ഒരു കോമ്പിനേഷൻ. ഒന്ന് നമുക്ക് ഇങ്ങനെ ഒരു കോമ്പിനേഷനിൽ പോവാം, ഇങ്ങനെ ഒരു കോമ്പിനേഷനിൽ പോവാം. കോമ്പിനേഷൻസ്. I'm telling you, നമ്മള് കേരളത്തിൽ മാത്രമേ ഇത് നടക്കത്തുള്ളൂ. വേറെ ഒരു സ്റ്റേറ്റിലും ഈ പരിപാടി നടക്കത്തില്ല. I'm sure there are stakeholders that are going to come. Especially in Malabar and this Calicut market, Cochin market, they're spending a lot for the food. They are very foodies. ഈ ഫ്രഞ്ച് ഫ്രൈസിന് പ്രത്യേകത ഉണ്ട്. ഇത് നമ്മൾ ടാലോയില് കുക്ക് ചെയ്താണ്. ടാലോ എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ഫാറ്റിൽ നിന്ന് വരുന്നത്, ഈ ഫാറ്റ് കണ്ടോ, ഈ ഫാറ്റിൽ നിന്ന് വരുന്ന നമ്മുടെ മീറ്റിന്റെ ഫാറ്റിൽ നിന്ന് എടുക്കുന്ന ടാലോ ഫാറ്റ്. യൂഷ്വലി പണ്ടൊക്കെ ഇവൻ KFC-ലൊക്കെ നമ്മുടെ റിഫൈൻഡ് ഓയിൽ യൂസ് ചെയ്യാറില്ല. ടാലോയിൽ തന്നെയാണ് ഫ്രൈ ചെയ്തുകൊണ്ടിരുന്നത്. ഫ്രഞ്ച് ഫ്രൈസിന്റെ ടേസ്റ്റ് മാറും ടാലോ റിഫൈൻ ആണ്. You can feel tallow, the difference between oil and tallow. Definitely. Yeah. Abhishek, So, aadipoli. Thank you so much. Thank you very much for coming here. Beautiful time. Thank you so much. Thank you. Bye bye.